ചേർത്തലയിലെ ദുരൂഹ തിരോധാന കേസുകളിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. സെബാസ്റ്റ്യന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോഴുള്ളത്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. റാഫി കരീം ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. റാഫി, ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടങ്ങളിലും കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ അതിലേക്ക് കൊണ്ടുവരികയോ അങ്ങനെയൊന്നും തന്നെ ചെയ്തിരുന്നില്ല. വിവാഹിതനാണ്, പക്ഷേ അവരുമായിട്ടൊന്നും അടുത്ത ബന്ധം പുലർത്തുന്നതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘം നിലവിൽ നടത്തുന്നത്. കാരണം നിരന്തരമായ ചോദ്യം ചെയ്യലിൽ അവിശ്വസനീയമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സെബാസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ ഒരു നിർണായകമായ ശ്രമമാണ് ഭാര്യയെ കൂടി ചോദ്യം ചെയ്യുക എന്നുള്ളത്. നേരത്തെ ഭാര്യയിൽ നിന്ന് പ്രാഥമികമായ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതിനപ്പുറം സെബാസ്റ്റ്യന്റെ ഭാര്യയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സെബാസ്റ്റ്യനോട് ഒപ്പം ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് എപ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ആ നീക്കം നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. 7-ാം തീയതി വരെയാണ് സെബാസ്റ്റ്യനെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ഇത് നടത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ ലഭിച്ച തെളിവുകൾ, അസ്ഥിയുടെ കഷ്ണങ്ങളടക്കം, സിം കാർഡുകളടക്കം, CCTV ദൃശ്യങ്ങളടക്കം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം മണിക്കൂറുകൾ ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചതിന് ശേഷവും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഈ പരിശോധനകൾ നടക്കുന്ന സമയത്ത്, ഇവിടെ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്ന സമയത്തും അന്വേഷണ സംഘം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴൊന്നും തന്നെ ഈ സെബാസ്റ്റ്യനിൽ നിന്ന് ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. എന്നാൽ ഭാര്യയെ കൂടി ഒപ്പം ഇരുത്തിക്കൊണ്ട് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന രീതി ഒരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യനെ 2008 മുതൽ ഭാര്യക്കരം 2008-ലാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. 2008 മുതലുള്ള 17 വർഷക്കാലത്തെ വിവരങ്ങൾ ഈ ഭാര്യയ്ക്ക് അറിയാം. സെബാസ്റ്റ്യന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സെബാസ്റ്റ്യന്റെ മറ്റ് ആക്ടിവിറ്റികളെല്ലാം തന്നെ അറിയാം. ഇതിൽ നിന്നെല്ലാം തന്നെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഈ സെബാസ്റ്റ്യനെയും ഭാര്യയും ഒപ്പമിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലൂടെ പോലീസിനെ ഈ സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പല സാഹചര്യങ്ങളും ഈ കഴിഞ്ഞു പോയ കാലങ്ങളിലെല്ലാം ഈ 7 വർഷത്തെ അല്ലെങ്കിൽ 17 വർഷത്തെ ഇടവേളയിൽ സെബാസ്റ്റ്യനോട് ചോദിക്കുന്ന പല തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ പല മറുപടികളാണ് സെബാസ്റ്റ്യൻ നൽകുന്നത്. ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്നുമില്ല. എന്നാൽ ഭാര്യയെ കൂടി ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ ഈ കാലയളവിൽ ഇരുവരുടെയും മൊഴികൾ ഒരുപോലെ വരുമോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നു. എന്തായാലും നിർണായകമായ ഒരു നീക്കമായിരിക്കും സെബാസ്റ്റ്യനെയും ഭാര്യയെയും ഒരുമിച്ച് ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ. അത് അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താനാണ് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ ഭാര്യയ്ക്ക് അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. റാഫി കരീമാണ് കൂടുതൽ വിവരങ്ങൾ കോട്ടയത്തു നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.